ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇവിടെ കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ ബീഫുണ്ട്. ഇത് നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ടാണ്. ഇത് എടുക്കുമ്പോൾ തീരെ നെയ്യില്ലാണ്ട് എടുക്കണേ. പിന്നെ നെയ്യ് എല്ലൊക്കെ ഒന്ന് മാറ്റിയാൽ മതി, അച്ചാറല്ലേ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്കിതൊന്ന് വേവിപ്പിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയുണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, മഞ്ഞളിൻ്റെ പൊടി 1 ടീസ്പൂണ്, പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, അച്ചാറല്ലേ. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി, കൂടി പോകരുത്, കൂടിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പില നല്ലതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തതാണ്, അത് നമുക്കിതിൽ ചേർത്തെടുക്കാം. നന്നായി കുഴച്ച് ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്കിത് അടുപ്പത്തിട്ട് വെച്ച് കൊടുക്കാം. കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 കിലോ ബീഫ്. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ അത് ബീഫിൽ നിന്ന് തന്നെ വെള്ളം വരും. പിന്നെ ഈ കുക്കർ അങ്ങനെ വേഗം വെന്ത് കിട്ടും. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമുക്കിത് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇത് വേവട്ടെ. ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് വെള്ളെണ്ണയാണ്. ഇതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. നന്നായി മുരിഞ്ഞ് വരണം വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം. നല്ലോണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം, നല്ലതാണ്. ഇഞ്ചി വലിയ കഷ്ണം ഇഞ്ചി ഉണ്ട്. വെളുത്തുള്ളി ഒരു 4 വെളുത്തുള്ളി ഉണ്ട്. എന്താ അതിനെ തോട് കളഞ്ഞെടുത്തതാണ്. 4-5 വെളുത്തുള്ളി ഉണ്ട്. അത് നന്നായി തോട് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇതെല്ലാം നന്നായി മുരിഞ്ഞ് വരണം. നന്നായി മുരിയട്ടെ. ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കോരിയെടുത്താൽ മതി. അപ്പം അതൊക്കെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ആ ഓയിലിൽ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ബീഫ് വെന്ത ബീഫ് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. വല്ലാതെ ഉണങ്ങി പൊരിയണ്ട, എന്നാലും ഒന്ന് പൊരിയട്ടെ. കുറച്ച് വെള്ളമുണ്ട്, അതെല്ലാം മഴ വറ്റി ഒന്ന് നല്ലോണം പൊരിഞ്ഞിട്ടെ. അപ്പം നമ്മൾ ബീഫൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട്. അതിലുണ്ടായ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ ഇതുമ്മ പിടിച്ച് നന്നായി വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് മാറ്റിക്കളയുന്നു. ആ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്, വേറെ പാത്രമൊന്നും ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ. നന്നായി ആ പാത്രം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാൻ അച്ചാറിൻ്റെ പൊടി ഉണ്ടാക്കുമ്പോൾ ഉലുവയും കടുകൊക്കെ ഇട്ടിട്ടാണ് അച്ചാറിൻ്റെ പൊടി ഉണ്ടാക്കിയത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്.
തീയൊന്ന് ഓഫാക്കുന്നുണ്ട്. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളകിൻ്റെ പൊടി തീ ഓഫാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. മൂന്ന് 4 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അച്ചാർ പൗഡർ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, വീട്ടിലുണ്ടാക്കിയതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോർക്ക് ഒഴിച്ച് കൊടുക്കാം. ചേർത്തെടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് സോർക്കാണ് വെച്ച് കൊടുത്തത്. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇറച്ചിയിലൊക്കെ നല്ലോണം ഉപ്പ് ചേർത്തെടുത്താണ്. ഈ സോർക്കൊക്കെ വേണ്ടിയിട്ട് എന്തായാലും ഉപ്പ് വേണ്ടി വരും. ബീഫ് പൊരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ഇങ്ങനെ പൊരിഞ്ഞ് വന്നാൽ മതി. നന്നായി ഇളക്കി ചേർത്തെടുക്കുക. കുറച്ചും കൂടെ സോർക്ക് ഒഴിച്ച് വെക്കുക. ഇപ്പോൾ 1 കപ്പ് സോർക്കാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇനി ഇതൊക്കെ നമുക്ക് നന്നായി ചേർത്തെടുക്കാം. ഇവിടെ സോർക്കൻ്റെ കുറവുണ്ട്, നമുക്ക് ഇനി തീരെ ചാറുണ്ടാവില്ല. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. സോർക്കൻ്റെ കുറവുണ്ടായിരുന്നു, നന്നായി ചേർത്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ നന്നായി കുടിച്ചു പോകും ഈ സോർക്കൊക്കെ. അപ്പോൾ ചാറ് കുറവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ കുറച്ചിട്ടിട്ട് ഒരു ലേശം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കഴിച്ചാൽ മതി. ഇതിൽ ചൂടുവെള്ളം ഒഴിക്കരുത്. എടുക്കുന്ന സമയത്ത് കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബോട്ടിൽ വാഷ് ചെയ്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടോ അല്ലെങ്കിൽ നന്നായി തുടച്ചിട്ടോ അതിലാക്കി വെക്കണം. ഒരു തുള്ളി വെള്ളം പോലും തട്ടരുത്. അപ്പോൾ നമുക്ക് കുറേ ദിവസം ഇരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എടുക്കുന്ന ടീസ്പൂണ് വൃത്തിയുള്ളതായിരിക്കണം. ഓക്കെ, ബൈ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. ബൈ.